അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, റഅയ്തു ലൈലത ഉസ്രിയ ബി അലാ ബാബിൽ ജന്ന, ഞാൻ എൻ്റെ ഇസ്രാ മിറാജ് യാത്രയാക്കപ്പെട്ടപ്പോൾ ഞാൻ അവിടെ കണ്ട മക്തൂബു സ്വദഖത്തി ബി അശ്രി അസ്വദഖത്തു ബി അശ്രി അംസാലിഹ, അവിടെ എഴുതിയ ബായിൽ എഴുതിയത് കണ്ട എന്ದರೆ സ്വതക്ക ಅದಕ್ಕೆ 10 ഇരട്ടി കൂലിയായിട്ട് ഉള്ളേണ്ട്. ഒരാൾ സ്വതക്ക ചെയ്യുമെങ്കിൽ 10 ഇരട്ടി കൂലി ഉണ്ടു സ്വർഗത്തെ ബായിൽ എഴുതപ്പെട്ടതായിട്ട് ഞാൻ കണ്ടേ. വൽ കർലു ബിസമാനിയത്ത അഷറ, അതേ സന്ദർഭത്തിൽ കട നിങ്ങൾ ഒരാൾ കൊടുത്തെങ്കിൽ അതിക്ക് 18 ഇരട്ടി കൂലിയായിട്ട് കിട്ടുന്നുണ്ട്. 10 ഇരട്ടി കട സ്വതക്ക കൊടുത്തെങ്കിൽ 10 ഇരട്ടി, കട കൊടുത്തെങ്കിൽ 18 ഇരട്ടി കൂലി. സഹജമായിട്ട് നമുക്കൊരു സംശയമായിട്ട് ഫഖുൽത്തു, ഞാൻ കേട്ട നീ ജിബ്രീല, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കേട്ട മാബാലുൽ കർലി, ജിബ്രീലെ ഇതെന്തൊരു അവസ്ഥ, ഈ കടത്ത അവസ്ഥ എന്തൊരു സ്വതക്കത്തൻ്റെ കൂലി കട കൊടുത്തെങ്കിൽ ഉണ്ടാ ഇതാണ് കേട്ടെ. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം ചെന്ന് എന്ന സാഹിബൽ ഖർലി ലാ യഅതീക ഇല്ലാ ഹുവ മുഹ്താജുൻ വസ്സദഖത്തു റുബ്ബമാ ഉളിയത്ത് ഫി യദി ഗിനൻ. സ്വതക്ക ചെല്ലത് കട ചെല്ലത് അത് ആവശ്യക്കാരനല്ലാണ്ട് അത് എത്തില്ല. അതേ സന്ദർഭത്തിൽ സ്വതക്ക ചെല്ലത് ചിലപ്പോൾ ആവശ്യമില്ലാത്തവർക്ക് അത് എത്തിപ്പോവും അല്ലേ. സ്വതക്ക ഞങ്ങൾ കൊടുക്കട, സ്വതക്ക കൊടുത്തെങ്കിൽ അത് ഇറക്കാൻ സ്വന്തമില്ല. ഒരാൾ നമുക്ക് സ്വതക്ക ഇരുന്നെങ്കിൽ തന്നെങ്കിൽ ഞങ്ങൾക്ക് ഇറക്കടയ്ക്ക് സ്വന്തമില്ല, അത് ഞങ്ങൾക്ക് ഹലാലായി കിട്ടിയത്. പക്ഷേ പലപ്പോഴും ചില സന്ദർഭത്തിൽ സ്വതക്ക ഇറക്കുന്ന ആൾക്ക് അത് ആവശ്യമില്ല, ചില ഇരട്ട ഉണ്ട് സ്വന്തമില്ല എങ്കിലും അതിന് സ്വതക്ക എടുത്തെത്ത്. അപ്പോൾ കൊടുത്ത ആൾക്ക് 10 ഇരട്ടി കൂലി കിട്ടും. അതേ സന്ദർഭത്തിൽ കടക്കാർ അങ്ങനല്ലേ, കടക്കാരൻ മജ്ബൂരിയായിട്ടിക്കട, അയാൾ അഞ്ഞ കേട്ടിട്ട് അയാൾ കങ്കാലായിട്ടിക്കട്, അങ്ങനെ ലാസ്റ്റ് വന്നിട്ട് അങ്ങനത്തെ കേൾക്കട്ടെ. അപ്പോൾ അങ്ങനെ കേൾക്കുന്ന സന്ദർഭത്തിൽ അയാൾക്ക് കൊടുക്കുന്നത് അയാൾക്ക് വലിയൊരു സന്തോഷമായിട്ടിക്കട്, അയാളുടെ ആ സന്തോഷത്തെ പരിഗണിച്ചിട്ട് ഒരു മുഅ്മിനായ മനുഷ്യർക്ക് ഒരു മജ്ബൂര സന്ദർഭത്തിൽ ഒരു സഹായിക്കണോ, അയാൾ ആ കങ്കാൽ അയാൾ അവിടെ എതിരെ അയാളെ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തണോ ചൊല്ല ഉദ്ദേശത്തിൽ കടത്തുക്ക് ഇസ്ലാം ഭരപൂർവമായ പ്രോത്സാഹം കൊടുത്തു. 18 ഇരട്ടി അതൊക്കെ കൂലി ഘോഷനാക്കിത്തു. അപ്പോൾ കട കൊടുത്തെങ്കിൽ യാറെ കൂലി ഉണ്ടായിട്ട് പണ്ഡിതന്മാരുടെ ഇടയിൽ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമെല്ലാം ഉണ്ട്. സ്വതക്കത്ത് യാറെ കൂലിൻ്റെ ആയിട്ട് യാറെ ഉലമായുടെ അഭിപ്രായം ഏതായാലും സ്വതക്കത്തും അതുപോലെ സ്വതക്കത്ത് കൂലിനായിട്ട് യാറെ കൂലി കടക്കാർ കൊണ്ടു കട കേട്ടങ്ങൾക്ക് കൊടുത്തെങ്കിൽ ഉണ്ടു ഈ ഹദീസിൽ കൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ കട കൊടുക്കുന്നത് പ്രോത്സാഹനീയായിട്ട് യാറെ കൂലി കിട്ടുമോ കാരണമാവിടും. ഇന്നൊരു ഹദീസിൽ കാണ്ട് ഒരാൾ ഒരു കട കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടത്തോളും അയാൾക്ക് ആ കട തിരിച്ച് കിട്ടില്ല, അവിടത്തോളും ആ കൊടുത്തതായ കടത്തെ ഓരോ നാളിലും അയാൾ സ്വതക്കത്തെ കൂലി ഇങ്ങനെ കിട്ടിയിട്ട് കിടുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രോത്സാഹിച്ചതായ ഒരു കാര്യമായിട്ട് കിടും. പക്ഷേ ഞങ്ങൾ കട കൊടുക്കുമ്പോൾ തെല്ല് ആലോചനാക്കേണ്ട ഒരു അവസ്ഥയായിട്ട് ഇപ്പോൾ ഉണ്ട്. അവിടെ കടത്തെ ഒരു ബാണി പോലെ ആയിട്ട് ചില മനുഷ്യന്മാർ അഞ്ഞ് കടാക്കിയെങ്കിൽ തിരിച്ച് കൊടുക്കില്ല. ഒരു ടൈം വെച്ചിട്ട് ഞാൻ ഇന്നാളുന്ന ടൈമിൽ തണ്ടാച്ചെന്നെങ്കിൽ ആ ടൈം ഞങ്ങൾ കൊടുക്കൂ, ഞങ്ങളെല്ലാ പരിശ്രമം ഞങ്ങൾ എന്താക്കണം ഇട്ട് കൊടുക്കണം. എന്ത് ഞങ്ങളെ എന്ത് വില കൊടുത്തിട്ടെങ്കിലും ചെന്ന ടൈം ഞങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ അത് വിശ്വാസഘാത്തുക്കായിട്ട്. ചില മനുഷ്യന്മാർ ചെന്നതായ ടൈം തിരിച്ച് തണ്ടില്ല, തിരിച്ച് കൊടുക്കൂ പിറചാറാറ്. അങ്ങനെ ഇന്നിട്ടാ ഇല്ലാണ്ടപ്പോൾ കൊന്നില്ല, ഇന്ന് ഇല്ലാണ്ടായെങ്കിൽ അങ്ങോട്ട് റിക്വസ്റ്റ് ആക്കുക, ഇന്ന് ഒരുപാടാക്കുക അല്ലെങ്കിൽ ബണ്ട തിങ്കൾ ടൈം താണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടൈം കൊടുത്തെങ്കിൽ അതൊക്കെ നമുക്ക് കൂലിയുണ്ട്. ഞങ്ങൾ അങ്ങനെ
ടൈമിൽ പിന്തിച്ച് കൊടുക്കാം. അതേ സന്ദർഭത്തിൽ ചില മനുഷ്യന്മാർ വെറുതെയും കളിപാട്ടരെ നാളെ കലി തൻ്റെ അങ്ങനെ ആയിരോ തീരാ കടത്തെ ഒരു വഴിപാട്ട് പോലെ ആക്കിയിട്ട് 4 മൂത്ത് കടാക്കിയിട്ട് നാരിട്ട് ലാസ്റ്റ് എല്ലാവരുടെ നിഷ്ഠയുള്ളതായ ഒരു അവസ്ഥ ഉണ്ടാവും തീരാ. ಸಾಲ ಕೇಳಿ ಸ್ನೇಹ ಕಳೆದುಕೊಳ್ಳ ಬೇರೆಂಟು ಇದೆಲ್ಲ ಅಂಗಡಿ ಎಲ್ದು ವಿಕ್ಕಳದಾಯ ഒരു അവസ്ഥ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആയിരോ തീര ഞങ്ങൾ ഒരാൾ ഞങ്ങൾക്ക് കട തന്നിട്ട് ചെന്നെങ്കിൽ അയാൾ ഞങ്ങൾക്ക് വലിയ ഇഹ്സാന് ചെയ്ത് വലിയൊരു ഉപകാരമായിട്ട് അയാൾ ചെയ്ത്. അപ്പോൾ അയാൾക്ക് ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന ടൈമിൽ അതേ ടൈമിൽ ഞങ്ങൾ എന്ത് വില കൊടുത്തെങ്കിൽ തിരിച്ചു കൊടുക്കും. എന്ന് മാത്രമല്ല കൊടുക്കുമ്പോൾ ഒരു യാറെ കൂട്ടി കൊടുക്കൽ പോലും ഇസ്ലാം സുന്നത്താക്കിയത്. കാരണം എന്തേ അയാൾ ഞങ്ങൾക്ക് മജ്ബൂർ ടൈമിൽ ഞങ്ങൾക്ക് സഹായിക്കില്ലല്ലേ, ആ നിലക്കയിൽ കൂട്ടി കൊടുക്കണ്ടെങ്കിൽ അതും സുന്നത്തായിട്ട്. അതേ സന്ദർഭത്തിൽ ചെന്ന ടൈം കൊടുക്കാണ്ട് നാളെ കലി തൻ്റെ ഇങ്ങനെ കളിപ്പാട്ടറ് പിന്നെ ലാസ്റ്റ് ചെല്ലുന്ന തൻ്റെ പോകുന്ന ഓർഡർ ഇങ്ങനത്തെ ಎಲ್ಲ ಫಲಕ വലിയ ദർദ്ര ഫലക്ക വരെ ലാസ്റ്റ് പിന്നെ നാ തന്നില്ല നീ എന്താക്കട ഉസിലാക്കും ഇങ്ങനത്തെ ഫലക്ക വല്ലാത്തൊരു പിന്നെ ഒരു അക്രമമായിട്ട് അന്യായമായിട്ട് നിൽക്കും ബർക്കത്തില്ല, നിൻ്റെ പിന്നെ സന്താനത്തും ബർക്കത്തില്ലാത്തൊരു ഫലക്കായിട്ട്. കാരണം നിൻ്റെ ആ മജ്ബൂരിക്കായിട്ട് അയാൾക്ക് കാശൊന്നും ആർക്കും കഴിക്കില്ലല്ലേ, അയാളുടെ ആവശ്യം എന്തെങ്കിലും അയാൾ പാവം എടുത്തിട്ട് എനിക്ക് തന്നില്ല നീ കേട്ടപ്പോൾ, എന്നിട്ട് നീ ലാസ്റ്റ് തീരെ ഉസിലാക്കി ചെല്ലുന്ന ഒരു പലക്കത്തി എത്തിയിട്ടാണെങ്കിൽ നിൻ്റെ അത്ര വലിയ അക്രമി, നിൻ്റെ അത്ര വലിയ അന്യായമാക്കട ആൾ ദുനിയാവിൽ ആർക്കല്ല. അത്രയും നീ നാണം കെട്ടുപോയ, അത്രയും നീ എന്തായ നീച്ചനായി പോയ. ഇസ്ലാം മാനവീയത്തിന് യാറെ വില കൊടുക്കുന്ന ഒരു ദീനായിട്ട് നീ ഇസ്ലാമിൻ്റെ ആ മുസ്ലിമിൻ്റെ പേര് വയ്ക്കൽ എനിക്ക് ഷറായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് കട എടുത്തെങ്കിൽ മാന്യമായിട്ട് തിരിച്ചു കൊടുക്കണം. ചെന്ന ടൈമിൽ അത് തിരിച്ചു കൊടുത്ത ടൈമിൽ ഞങ്ങൾക്ക് അന്നേരോട് ഞങ്ങളോട് അമാനത്തിന് ഞങ്ങൾക്ക് കൊടുത്ത പോലെ അവിടെ ഞങ്ങൾക്കൊരു വിശ്വാസ യോഗ്യ വ്യക്തിൻ്റെ ഒരു പേരും വന്ന് ഇസ്ലാം കടത്തെ മനുഷ്യന്മാർ പിന്നെ മജ്ബൂരിൻ്റെ ആൾമാർ കട കൊടുക്കണമെന്ന് ചെന്നിട്ട് ഞങ്ങളുടെ പടിപാട്ടിൽ പിന്നെ ആ കടത്തെ ഞങ്ങൾ ഒരു കലിയാക്കിയിട്ട് അതിലൊരു പിന്നെ ക്ഷേമാക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഞങ്ങൾ എത്തിയിട്ടാണെങ്കിൽ ഇസ്ലാമിയുടെ ഒരു നല്ലൊരു ആശയത്തെ ഞങ്ങൾ വിരൂപ്പാക്കുന്ന ഒരു വലിയൊരു കുകൃത്യത്തിന് ഞങ്ങൾ ഇഴിഞ്ഞ പോലെ അവിടെ. അതുകൊണ്ട് കട ഇറക്കുന്നത് വലിയ വിഷയമല്ല, അതിൽ തിരിച്ച് അതേ ടൈമിൽ കൊടുക്കുന്നതായിരിക്കും വലിയൊരു പിന്നെ ഒരു നീ നമ്പിക്കസ്താശയിലേക്ക് അതൊരു കൈകണ്ണടിയായിട്ട് കാണുന്നു. അതേ സന്ദർഭം നീ കൊടുത്തില്ലെങ്കിൽ നീ വെറും ഒരു അക്രമിയും അതുപോലെ തന്നെ നീ ഒരു വിശ്വാസാർഹ വ്യക്തിയല്ല ചെല്ലതൊക്കെ കൈകണ്ണടിയായിട്ടിക്കട്. അതുകൊണ്ട് എപ്പോഴും കട അത് ആ സമയത്ത് തിരിച്ചു കൊടുക്കണം. അതേ സന്ദർഭത്തിൽ പിന്നെ ഒരാൾ കടത്ത് എടുത്തിട്ട് അയാൾക്ക് ആ ടൈമിൽ കൊടുക്കായില്ലെങ്കിൽ റിക്വസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇത്ര സമയത്തുള്ള എത്തുവാട്ടാ ചെന്നെങ്കിൽ ആ ടൈമിൽ കൊടുക്കുന്നത് ഞങ്ങൾക്ക് കട കൊടുത്താൽ ഞങ്ങൾക്ക് വലിയൊരു കൂലി കിട്ടുന്ന കാര്യമായിട്ടേക്കത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ കടെല്ലാം പിന്നെ വീടുള്ളതായ എല്ലാ വ്യവസ്ഥകളും അള്ളാഹു ഞങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ. എല്ലാ ആഫത്തും മുസീബത്തും തൊട്ട് അള്ളാഹു കാക്കട്ടെ. ഞങ്ങളുടെ വ്യവഹാരത്തിലും വഴിപാട്ടിലും ഡ്യൂട്ടിയെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ബിഫദ്ലി സല്ലല്ലാഹു